ഇനി വരുന്ന 5 വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ട് എങ്കക്കാടിന് വേണ്ടിയുള്ള എന്തെല്ലാം വികസന പദ്ധതികളാണ് മനസ്സിലുള്ളത്? വികസന പദ്ധതികളെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി ശ്രീ മധുവും ഷീല മുരളിയും ഇവർ 2 കൗൺസിലർമാരും മറ്റ് ഏത് ഡിവിഷനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഡിവിഷനാണിത്. അത് റോഡുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വളരെ ദീർഘവർഷത്തോടു കൂടി ഉള്ള പ്രവൃത്തിയാണ് റോഡിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. സാധാരണ റിട്ടയർ ചെയ്യുന്നതിന് പകരം പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ടൈൽസ് വിരിച്ച് തന്നെ വളരെ ഉറപ്പോടുകൂടി ഉള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് എത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഡിവിഷനിൽ. ഇവിടെയുള്ള വായനശാല അതിൻ്റെ വിപുലീകരണത്തിന് ഏതാണ്ട് 40 ലക്ഷം ഉറുപ്പിക രാജ്യസഭാംഗമായിരുന്ന CP നാരായണൻ്റെ ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഡിവിഷനിലെ 2 പൊതു ഇടങ്ങളാണ് ഉങ്ങന്തറയും കുന്നത്തുപറമ്പും. ഈ 2 പൊതു ഇടങ്ങൾ ഇന്ന് ഈ ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അത് വളരെ ശാസ്ത്രീയമായി നല്ല വിപുലീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഒരു മേഖലയാണ് എങ്കക്കാട് ഡിവിഷൻ. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുള്ളത്. ആകെ ഒരു കുടിവെള്ള പദ്ധതിയാണ് ഈ ഡിവിഷനിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതി ഇപ്പോൾ നിലവിലുള്ളത്. അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് ഏതാണ്ട് 150ഓളം പേർക്ക് മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം ഇപ്പോൾ 280ൻ്റെ അടുത്താണ്, ഇരട്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങൾക്കും വെള്ളം കിട്ടാൻ ആ പദ്ധതി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ പദ്ധതി നടത്തിപ്പിൽ വന്ന ചില പാകപ്പിഴവുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ജലസ്രോതസ്സുകൾ കൊണ്ടുവന്ന്, പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന്, പുതിയ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഈ ഡിവിഷൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പദ്ധതി കൊണ്ടുവന്ന് ഇതിനെ വികേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അത് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള തൊട്ടടുത്തുള്ള വടക്കാരി നഗരസഭയുടെ ശ്മശാനം ഏതാണ്ട് 2 ഏക്കറിൽ കൂടുതൽ സ്ഥലം ആ ശ്മശാനത്തിനുണ്ട്. കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ ശ്മശാനത്തിന് സ്ഥലമുള്ള ഒരു നഗരസഭ നമ്മുടെ ഈ ശ്മശാനമാണ്. അത് കിഫ്ബി പദ്ധതിയിൽ കൂടി സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടു കൂടി വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ 1ാം നഗരസഭയുടെ കാലത്ത് തന്നെ ആവശ്യമായ പദ്ധതികൾ ഇടുകയുണ്ടായി. എന്നാൽ പിന്നീട് ആ പ്രവർത്തനം വേണ്ടത്ര മുന്നോട്ട് പോവുകയുണ്ടായില്ല. അത് പൂർത്തിയാക്കുക, ഒരു ശ്മശാനം പണിയുക എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു പൊതു ഇടമായി കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഒക്കെ ചെന്നിരിക്കാനും പ്രഭാത സവാരി ഉൾപ്പെടെ നടത്താനും ഒക്കെ, അതുപോലെ ഓപ്പൺ ജിം ഉൾപ്പെടെ ഒരുപാട് വ്യായാമം നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി നമുക്കത് മാറ്റാൻ കഴിയും. അപ്പോൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ശ്മശാനവും അതിനോടനുബന്ധിച്ച് മറ്റ് ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ അതിന് കഴിയും. അതിനാവശ്യമായ അത് പ്രവർത്തനം നടത്താൻ കഴിയുന്ന പ്രാഥമിക പ്രവർത്തനത്തിൽ നിന്ന് അത് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് നമ്മുടെ വീടുകൾക്ക് നിരന്തരം ബന്ധപ്പെടാവുന്ന റവന്യൂ നമ്മുടെ വില്ലേജ് ഓഫീസ്. അത് ഇവിടെ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറത്താണ്, തെക്കങ്കര പഞ്ചായത്തിൽ കരുമത്രയിലാണ്. ഗ്രൂപ്പ് വില്ലേജ് ഓഫീസായിട്ടാണ് ഇന്നും എങ്കക്കാട് വില്ലേജ് നടക്കുന്നത്. അത് കഴിയുന്നതും അത് ഈ മേഖലയിലേക്ക് എങ്കക്കാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചിരകാല അഭിലാഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ അതിൻ്റെ ഒരു മുൻകൈ എടുക്കാൻ, അത് ഇവിടേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ വരും കാലഘട്ടങ്ങളിൽ നടത്താൻ നമുക്ക് ശ്രമിക്കണം എന്നാണ്. മറ്റൊന്ന്, നമ്മുടെ എങ്കക്കാടിനെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഗതാഗത കുരുക്കാണ്. എങ്കക്കാട് റെയിൽവേ ഗേറ്റാണ്. ആ റെയിൽവേ ഗേറ്റ് മാറ്റി ഒരു ഓവർബ്രിഡ്ജ് പണിയുക എന്നുള്ളത് അതിനുവേണ്ടി വളരെ കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ ഓവർബ്രിഡ്ജിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വടക്കാരിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എങ്കക്കാടും ആരാത്തൂന്നും ഉൾപ്പെടെ ബന്ധപ്പെട്ടു പോകുന്ന ബൈപ്പാസ്, ആ ബൈപ്പാസിൻ്റെയും പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനവും പൂർത്തിയാക്കി ബൈപ്പാസ് ഈ മേഖലയിൽ കൂടി കടന്നുപോയാൽ ഇന്ന് എങ്കക്കാടിൻ്റെ മോച്ചായ വലിയ തോതിൽ മാറ്റങ്ങൾ വരും, വലിയ വികസന സാധ്യതകൾ വരും. ആ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ എങ്കക്കാടിന് ഉള്ള സൗകര്യങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്കക്കാടിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും
നമ്മുടെ രണ്ട് ഭാഗവും പാടശേഖരങ്ങളാണ്. അതിന് നടുക്കിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് എങ്കക്കാട്. രണ്ട് ഭാഗവും പച്ചപ്പ് ഉള്ള രണ്ട് പാടശേഖരങ്ങളാണ്. കൃഷിയാണ് ഒരു പ്രധാനപ്പെട്ട മേഖല. ആ കൃഷിയെ കൂടുതൽ വിപുലപ്പെടുത്താനും അതിൽ നിന്ന് നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് അത് ലാഭകരമാക്കാനും ആവശ്യമായ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ജലസേചന ഉണ്ടാവുന്നതിൻ്റെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ പാടത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴികളുടെ പ്രശ്നമുണ്ട്, റോഡുകളുടെ പ്രശ്നമുണ്ട്. അതെല്ലാം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇന്ന് ആ കൃഷി ചെയ്യുന്ന ആ നെൽപ്പാടങ്ങളെയും മറ്റ് കൃഷി ചെയ്യുന്ന ആളുകളെയും അവരുടെ ഉപജീവനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉള്ള പരിപാടികൾ ആവിഷ്കരിക്കാനും ഉള്ള പരിപാടികൾ തയ്യാറാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.